ഇതൊക്കെ നടന്നിട്ടുണ്ടോ? അതൊക്കെ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ്. ഇതാണ് യു ഡി എഫ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് പലവിധ പ്രചരണ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് നടത്തുന്നുണ്ട്. പദ്ധതി എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കണം എന്ന് എൽ ഡി എഫ് വീഡിയോ വാളിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി എന്നല്ല, 2030 വരെയുള്ള കാലയളവിൽ എന്തൊക്കെ ഈ കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് ഭരണസമിതി നടപ്പാക്കും, ആ കാര്യങ്ങളൊക്കെ വോട്ടർമാരോട് അക്കമിട്ട് നിരത്തുകയാണ് യു ഡി എഫ്. കണ്ണൂർ കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ 3 വർഷത്തിലധികം മേയർ സ്ഥാനത്തുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ടി ഒ മോഹനാണ്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞ ഒരു ഭരണസമിതിയാണ് ടി ഒ മോഹൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. കണ്ണൂരിൽ പലവിധ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നു. അതിലൊക്കെ അഴിമതി ആരോപിക്കുകയാണിപ്പോൾ എൽ ഡി എഫ്. ആ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് നിങ്ങൾക്ക് ഒരു വിജിലൻസ് കേസ് പോലും ഇതുവരെ എടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ടാണ്. നമ്മളോടൊപ്പം മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചേരുന്നു. യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ഈ യു ഡി എഫ് നടത്തുന്നത്. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അവസാനിക്കും. അപ്പോൾ യു ഡി എഫിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എത്ര സീറ്റ് ആണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത്? കണ്ണൂർ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം അത് കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഭരണമാണ്. ഏറ്റവും നന്നായിട്ട് ജനസൗഹൃദമായ ഭരണമായിട്ടാണ് കൊണ്ടുപോയത്. നല്ല വലിയ പദ്ധതികൾ, തൊട്ട് താഴെത്തട്ടിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വരെ ഇടപെട്ടുകൊണ്ടുള്ള ജനകീയമായ ഒരു ഭരണത്തിനാണ് യു ഡി എഫ് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുത്തത്. ഇതിന് പലവിധ പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്, സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഭരിക്കുമ്പോൾ എതിർ പാർട്ടിക്കാരാണെങ്കിൽ ആ ഭരണത്തെ തടസ്സപ്പെടുത്തുക എന്ന സ്ഥിരം ശൈലി സി പി എം ഇവിടെയും അവലംബിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എം അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള ചില പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞങ്ങളാ പറഞ്ഞ പദ്ധതികൾ ബഹുഭൂരിപക്ഷവും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ചിത്രം ഇവിടെ വീഡിയോ വാളിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സി പി എം അത് ജനങ്ങളുടെ മുമ്പാകെ ഒരു AI വീഡിയോ വെച്ചുകൊണ്ട്, യഥാർത്ഥത്തിലല്ല, ഒരു AI വീഡിയോ ഒരാളുകൾ സൊസൈറ്റിയോട് അവരെ ടെക്നോളജീസിൻ്റെ അവരെ കൊണ്ട് തയ്യാറാക്കിയിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അത് വാസ്തവ വിരുദ്ധമാണ്. യഥാർത്ഥത്തിലുള്ളത് എന്താണ്, അത് ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങളത് തയ്യാറാക്കിയിട്ടുണ്ട്, അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സി പി എം ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഒരു തരത്തിലും ഭരണത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു ചൂണ്ടയിട്ട് നോക്കുന്നത്. ജനങ്ങൾ അതിൽ കൊത്തുമോ? അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ആദ്യത്തെ ഭരണസമിതി, കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഭരണസമിതി, ആ ഭരണസമിതി 4 വർഷം ഭരിച്ചത് ഇടതുപക്ഷമാണ്. ഇവിടെ കാര്യമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നടത്തിയെന്ന് സി പി എമ്മും അവകാശപ്പെടുന്നില്ല. പിന്നീടുള്ള 5 വർഷം, ഞങ്ങൾ വന്നതിന് ശേഷമുള്ള 5 വർഷവും ആദ്യത്തെ 1 വർഷവും ഏറ്റവും നന്നായിട്ട് ദിശാബോധത്തോടെ കൃത്യമായ പദ്ധതികൾ. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ സി പി എം ഇപ്പോഴും പറയുന്നു കണ്ണൂർ കോർപ്പറേഷൻ്റെ ഓഫീസ് സമുച്ചയം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും. ഇത് പറയുന്ന ആളുകൾ പറയുന്നത് ഞങ്ങളുടെ ഭരണകാലത്താണ് അത് പാസ്സായതെന്നാണ്. സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ഞാൻ ചോദിക്കുന്നത്, ആ ഭരണസമിതി, നിങ്ങളുടെ ഭരണസമിതിക്ക് പാസ്സാക്കിയ തുക എത്രയായിരുന്നു? 55 കോടി രൂപയാണ്. 55 കോടി രൂപ പാസ്സാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ DPRും ഡിസൈനും തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ കോർപ്പറേഷനിൽ ഭരണമാറ്റമുണ്ടായ ഘട്ടത്തിൽ ആ 55 കോടിയെ 33 കോടിയായിട്ട് വെട്ടിച്ചുരുക്കിയിട്ട് ഇതുകൊണ്ട് മതി എന്ന് ഞങ്ങളോട് പറഞ്ഞത് കോർപ്പറേഷൻ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ പറ്റരുത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ 2 ബേസ്മെൻറ്റും 3 ഫ്ലോറും ഉൾപ്പെടെ ആ തുകക്ക് പറ്റുന്നത് ഞങ്ങൾ നിർവഹിച്ചു. ഇപ്പോഴും പറയുന്നത് വലിയ, ഞങ്ങൾ ഇത് പൂർത്തിയാക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനിടയിൽ പറഞ്ഞു ഈ 3 ഫ്ലോറെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ സൗകര്യം സർക്കാർ ചെയ്തു തരണം. കാരണം എങ്ങനെ, ഇപ്പോഴതിൻ്റെ സാധാരണ സ്ട്രക്ചർ കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഓഫീസ് പ്രവർത്തനം നടക്കണമെങ്കിൽ ആ ഓഫീസ് പ്രവർത്തനത്തിന് ആധാരമായ എല്ലാ
ഇൻറ്റീരിയർ വർക്കും ഫർണിച്ചർ ഉൾപ്പെടെ വേണം. ഞങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 6 കോടി രൂപ വേണം. ആ 6 കോടി രൂപ കണ്ണൂർ കോർപ്പറേഷൻ തനത് ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാരിനെ രേഖാമൂലം ഞങ്ങൾ അറിയിച്ചു. ഞങ്ങൾക്കൊരു കാര്യം മാത്രമല്ല, ഇത് ചെയ്യുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ഈ പ്രവൃത്തിയും ഏറ്റെടുക്കാൻ, കാരണം സൈമൾട്ടേനിയസ്ലി ഒന്നിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു താഴെ ഒരു ഫ്ലോർ ചെയ്തതിന് ശേഷം മുകളിലത്തെ ഫ്ലോർ ചെയ്യുമ്പോൾ താഴെ ഇൻറ്റീരിയറും ചെയ്യാം. അപ്പോൾ അത്രയും വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും. ആ അനുമതിക്ക് ചോദിച്ചിട്ട് ആ അനുമതി തരാത്ത ഗവൺമെൻറ്റാണ്. ഈ സമയത്തൊക്കെ ഇവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വലിയ വായിൽ വിളിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ 55 കോടി 33 കോടിയായിട്ട് ചുരുക്കിയത് അതിന് നേതൃത്വം കൊടുത്ത ആളാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി. 2017 മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ദിനേശ് ഭാസ്കർ കണ്ണൂരിൽ വന്ന് അന്ന് ലതയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. ആ യോഗത്തിനകത്ത് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പരിപൂർണമായ സഹകരണം വാഗ്ദാനം ചെയ്തു. 8 വർഷം കഴിഞ്ഞപ്പോഴും അതിൻ്റെ അകത്തൊരു കാര്യവും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ചില സ്ഥലത്തൊക്കെ ലാൻഡ് അക്വിസിഷൻ വേണം, അവിടെ ചില പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ലാൻഡ് അക്വിസിഷൻ വേണ്ടാത്ത 4ഓളം റോഡുകളുണ്ട്, സൗന്ദര്യവൽക്കരണം ഉൾപ്പെടെയാണ്. ഇപ്പോഴെല്ലാം അട്ടിമറിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ, ആ റോഡ് കോർപ്പറേഷൻ നേരിട്ട് തന്നെ ഫണ്ട് ചെലവഴിച്ച് അത് സൗന്ദര്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ PWD നമുക്ക് നേരിട്ട് കത്ത് തരുന്നത് നിങ്ങൾ നടത്തേണ്ട, ഞങ്ങൾ നടത്താം. ഞങ്ങൾ 3 വർഷക്കാലം ക്ഷമിച്ചു, ഒരു കാര്യവും നടന്നിട്ടില്ല. പിന്നീടാണ് ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ ഇപ്പോൾ SPCA ജംഗ്ഷൻ മുതൽ ഗാന്ധി സർക്കിൾ വരെയും പ്രഭാതി ജംഗ്ഷൻ മുതൽ പ്ലാസ ജംഗ്ഷൻ വരെയും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ എന്താ ചെയ്യാതിരുന്നത്? നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന സമീപനമാണ്. നമുക്ക് ഈ 5 വർഷക്കാലത്തിനിടയിൽ പൂർത്തിയായ ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണ്, ഇതാ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് പ്രവർത്തനക്ഷമമല്ല. കഴിഞ്ഞ ഫുട്ബോൾ നടന്ന ദിവസം 102 കാറുകൾ ആ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തു. 102 കാറുകൾ പ്രവർത്തനക്ഷമമാണ്. പലരും ഇപ്പോഴവിടെ വെക്കാതെ പുറത്തു വെക്കുന്നത് പോലീസ് സൗകര്യം ചെയ്തു കൊടുത്തിട്ടാണ്. അവിടെ പോലീസ് ഓഫീസിൽ വരുന്ന ആളുകളാണ്. അതിന് ഞങ്ങൾ പോലീസിൻ്റെ യോഗം വിളിച്ചപ്പോൾ ആ യോഗത്തിൽ പോലീസ് പങ്കെടുത്തില്ല. അപ്പം നമ്മൾ ഗവൺമെൻറ് സംവിധാനവും ഇതും ഒരു സർക്കാർ സംവിധാനം എന്നുള്ള നിലയിൽ ചേർന്ന് നിന്നാൽ പല കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റും. ഞങ്ങളുടെ ഫണ്ടുകൾ വെട്ടിക്കുറക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു, ഞങ്ങളുടെ പല അനുമതിയും. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് എന്തുകൊണ്ടാണ് വൈകിയത്? അതിൻ്റെ ചെറിയൊരു എസ്റ്റിമേറ്റ് റിവേഷന് വേണ്ടി ഗവൺമെൻറ് കൊടുത്തിട്ട് 1.5 വർഷം അത് ചെയ്യാതെ. കടന്നപ്പള്ളി രാമേന്ദ്രൻ മന്ത്രിക്കറിയാം, അദ്ദേഹത്തെ പലതവണ ഇവിടെ വെച്ചു. അദ്ദേഹം തന്നെ പറഞ്ഞ് എഞ്ചിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ആ അനുമതി തരാതെ അത് നിഷേധിച്ച് പിടിച്ചു വെച്ച് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അനുമതി കിട്ടിയത്. ആ അനുമതി കിട്ടിയപ്പോൾ 4 മാസം കൊണ്ടത് പൂർത്തിയാക്കി തുറന്നു കൊടുത്തു. മഞ്ചപ്പാലത്ത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇപ്പോൾ പറയുന്നു അത് ഉപയോഗശൂന്യമാണെന്ന്. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ, മാധ്യമപ്രവർത്തകർ മുഴുവൻ ഞങ്ങളവിടെ വിളിച്ചുകൊണ്ട് കാണിക്കാൻ തയ്യാറാണ്. അത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. സാക്ഷ്യം പറഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. പിന്നെ അവിടെയുള്ള പ്രശ്നം എന്താ? അവിടെയുള്ള 1500ഓളം വീടുകളിൽ 200ഓളം ആളുകൾ മാത്രമേ ആ നെറ്റ്വർക്കിലേക്ക് വന്നിട്ടുള്ളൂ. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, കാഫി ഹൗസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇപ്പോഴും എന്താ ചെയ്യുന്നത്? ഓടയിലേക്ക് മലിനജലം വിടുന്നു. ആ ഓടയിലേക്ക് മലിനജലം വിടുമ്പോൾ ആ വെള്ളമാണ്, മലിനജലമാണ് പടന്നത്തോടിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്ലാന്റിലേക്ക് വരുന്ന വെള്ളം അത് ശുദ്ധീകരിച്ച് നല്ല ശുദ്ധജലമായിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. ആ വെള്ളം ശുദ്ധമല്ലാന്നോ അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലാന്നോ അവർക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ആ പ്ലാന്റ് അതിൻ്റെ മെയിൻ്റനൻസ് ഏൽപ്പിച്ച ആളുകൾ, അവരുടെ ജീവനക്കാർ 2 ദിവസം പണി മുടക്കിയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഇവർ സമരമായിട്ട് പോകുമ്പോഴേക്ക് തന്നെ സമരം തീർന്നിരുന്നു. പക്ഷേ അവിടെ ഒരു സമര നാടകം നടത്തി ഇത് മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. അങ്ങനെ ഓരോ കാര്യം നോക്കുമ്പോഴും എല്ലാറ്റിനും മുടക്കി വെക്കുക, അത് മോശമാണെന്ന് വരുത്തി തീർക്കുക, ഓഫീസിൻ്റെ പ്രവർത്തനം അത് തടസ്സപ്പെടുത്തി. അത് 1.5 വർഷം അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് 1.5 വർഷത്തോളം അവരുടെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പണം കൊടുക്കാതെ തടഞ്ഞു വെച്ചപ്പോഴാണ് അവർ പ്രവൃത്തി നിർത്തിയിട്ട് പോയത്. ഇപ്പോൾ പണം കൊടുത്തു, പ്രവൃത്തി പുനരാരംഭിച്ചു. കോർപ്പറേഷനിലെ 55 കൗൺസിലർമാരും ആഗ്രഹിച്ച കാര്യം ഈ ഭരണസമിതിയുടെ കാലത്തെങ്കിലും അതിൻ്റെ അകത്ത് കയറി ഒരു കൗൺസിലെങ്കിലും അവിടെ കൂടണമെന്ന്. അതിന് തടസ്സം നിന്നതാരാ? എല്ലാ കാര്യത്തിലും. ചേലോറിയിലെ ബയോ മൈനിങ് അഴിമതി ആലോചിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ബയോ മൈനിങ് അഭിമാനത്തോടെ പറയാൻ പറ്റും CPM നടത്തിയ അഴിമതിയും ആ അഴിമതിയുടെ ആഴം എത്രയാണെന്ന് ചേലോറിയിലെ ബയോ മൈനിങ്ങിൻ്റെ ടെൻഡർ നടപടികൾ നോക്കിയാൽ കാണാൻ പറ്റും. CPMൻ്റെ പാർട്ടി നേതാക്കന്മാർ, അവരുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ ഭർത്താക്കന്മാർ, ഇവരൊക്കെ സംസ്ഥാനം കട്ടുമുടിക്കുന്ന സംവിധാനത്തിനെതിരെ ഞങ്ങൾ നിലകൊണ്ടു എന്നുള്ളതാണ് ഞങ്ങൾക്കെതിരെ ആരോപണമായിട്ട് വരാൻ കാരണം.
ഈ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിയില്ലേ കോർപ്പറേഷൻ ഓഫീസ് കെട്ടോ? അവിടെ കുടുംബശ്രീയുടെ ഒരു ചെറിയ ഹട്ട്, ആ ഹട്ട് നീക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് അവിടെ സമരം നടത്തിയത് ആരാ? ഞങ്ങൾക്ക് ഓഫീസ് നിർമ്മിക്കണം, ഞങ്ങളതിൻ്റെ ആവശ്യമായ നടപടി സ്വീകരിച്ചു, നിർമ്മാണം തുടങ്ങി. എത്ര ദിവസം സമരം ചെയ്തു? എന്താണ് കാരണം? അപ്പോൾ ഇതെല്ലാം നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക. അവരല്ല ഭരിക്കുന്നതെങ്കിൽ ആ ഭരണം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 5 വർഷം കൊണ്ട് നടപ്പാക്കുമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച AI വീഡിയോ അല്ലേ? ഒരു സർവേ ഇല്ല, ഒരു കാര്യവും ഇല്ലാതെ കൊണ്ടുവച്ച ഒരു AI വീഡിയോ. ആ വീഡിയോ കൊണ്ടുപോയി കോഴിക്കോട് വെക്കട്ടെ. കോഴിക്കോട് കോർപ്പറേഷനിൽ 10-50 വർഷമായിട്ട് CPM ഭരിക്കുന്ന കോർപ്പറേഷൻ മാറ്റമുണ്ടാകണ്ടേ? നമ്മളങ്ങ് മാറ്റുമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിലവിൽ ഭരിക്കുന്ന സ്ഥലത്ത് എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത്? 33 വർഷക്കാലം ബംഗാൾ ഭരിച്ചിട്ട് അവിടെ മാറിയോ ഇവർക്ക്? അവിടെ മാറ്റം ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര വർഷമായി CPM ഭരിക്കുന്നു? സംസ്ഥാന തലസ്ഥാനമാണ്. ആ സംസ്ഥാന തലസ്ഥാനത്തിനനുസരിച്ച വികസന പ്രവർത്തനങ്ങൾ, സൗന്ദര്യവൽക്കരണം അവിടെ നടന്നോ? ഇപ്പം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സ്മാർട്ട് സിറ്റിയായി മാറിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം എന്ത് ചെയ്തു? കൊല്ലം കോർപ്പറേഷൻ നോക്കണം. ഇന്നും ഒരു ചെറിയ കോർപ്പറേഷനായിട്ട് വികസനമില്ലാതെ നിൽക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ. ബയോമൈനിങ്ങിൽ ഇപ്പം പറയുന്നു എല്ലാ സ്ഥലത്തും മാലിന്യങ്ങൾ നീക്കം ചെയ്തു. ഇവിടെ വന്നിട്ട് നട്ടാൽ മുളക്കാത്ത നുണ പറയാൻ പാടുണ്ടോ? കൊച്ചി കോർപ്പറേഷനിൽ മന്ത്രിയോടൊപ്പം ഞാൻ വരാൻ തയ്യാറാണ്, അല്ലെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി വരാൻ തയ്യാറാണ്, ഞാൻ കൂടെ വരാൻ തയ്യാറാണ്. അവിടെ ഇപ്പോഴും മാലിന്യം നീക്കം ചെയ്തിട്ടില്ല. കുറച്ച് സ്ഥലത്ത് മാലിന്യം നീക്കം ചെയ്ത്. എന്തുകൊണ്ടാണ്? അവിടെ വലിയ ആരോപണമുണ്ടായി. ആ ആരോപണം മറ്റൊന്നുമല്ല, സോണ്ട എന്ന് പറയുന്ന CPM നേതാവായ വൈക്കം വിശ്വൻ്റെ മകളുടെ ഭർത്താവിനെ ചുമതലപ്പെടുത്തിയിട്ട് അത് വലിയ തുകക്ക് 1675 രൂപ ഒരു ക്യൂബിക് മീറ്ററിന് അവിടെ മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി നടത്താതെ അവിടെ തീയിട്ട് അവിടെ 2 ആഴ്ചയോളം കത്തിയപ്പോൾ അവിടെ വലിയ വിമർശനമുണ്ടായി. ആ വിമർശനത്തിൻ്റെ പേരിൽ അതിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പിന്നീട് രണ്ടാമത് ടെൻഡർ ചെയ്ത ആ പാർട്ടിയെ കൊണ്ട് ഏകദേശം 1.5 ഏക്കർ വിസ്തൃതിയിൽ മാലിന്യം നീക്കം ചെയ്തു. അത് കൊണ്ടുപോയി തൊട്ടപ്പുറത്താണ് നിക്ഷേപിച്ചത്. എന്നിട്ട് അവിടെ മന്ത്രിയും മേയറും ക്രിക്കറ്റ് കളിച്ചുകൊണ്ട് അവിടെ ഇതാ ഞങ്ങൾ മാലിന്യം നീക്കിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് ഗിമ്മിക്ക് കളിക്കേണ്ട സംഭവമാണ് ഇത്. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിരീക്ഷിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു റിപ്പോർട്ടുണ്ടായി. തിരുവനന്തപുരത്ത് ഒരു വലിയ നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് കോടികൾ 1.5-2 കോടിയോളം രൂപ ചെലവഴിച്ച് നടത്തിയ പ്രവൃത്തി, ആ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മേയർ ഉൾപ്പെടെ പോയപ്പോൾ നാട്ടുകാർ CPM പ്രവർത്തകർ ഉൾപ്പെടെ കൂവി അവരെ പറഞ്ഞേക്കുന്നു. കാരണം അവിടെ സൗന്ദര്യവുമില്ല, സൗന്ദര്യവൽക്കരണവും ഇല്ല, എല്ലാം കാട് പിടിച്ച് വൃത്തിഹീനമായി തകർന്നു കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടാണ് നാട്ടുകാർ അവിടുന്ന് ഓടിച്ചത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന കോർപ്പറേഷന് അതിന് അനുകൂലമായി നിൽക്കുക, നന്നായിട്ട് ചെയ്യുന്ന കോർപ്പറേഷനെ മോശമായി ചിത്രീകരിക്കുക, ഇതൊക്കെ CPMന് മാത്രമേ പറ്റൂ. അവർക്കെതിരെ ജനവികാരമുണ്ട്. ആ ജനവികാരം എന്താണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ ജനവികാരത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു AI വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം, ആ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ നോക്കിയിട്ട് ജനങ്ങളോട് വോട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നവരാണ് ഞങ്ങൾ. 5 വർഷത്തിനിടയിൽ 1000-ഓളം പുതിയ റോഡുകൾ ഞങ്ങൾ നിർമ്മിച്ചു. നിസ്സാരമാണ്. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് മുഴുവൻ വീടുകൾക്കും സൗജന്യമായിട്ട് കുടിവെള്ള കണക്ഷൻ കൊടുത്ത ആദ്യത്തെ കോർപ്പറേഷനാണ് കണ്ണൂർ. ആ കുടിവെള്ള കണക്ഷൻ കൊടുക്കുമ്പോൾ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ആ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളം കൊടുത്തത് അവിടെ നിൽക്കട്ടെ, റോഡ് പൊളിഞ്ഞത് സമരമായിട്ട് വരാം എന്ന് ചിന്തിക്കുന്ന സങ്കുചിതമായ കാഴ്ചപ്പാടാണ് CPMൻ്റെ ഭാഗത്തുള്ളത്. ഗെയിൽ പൈപ്പ് ലൈൻ്റെ നേട്ടമാണ് പറയുന്നത്. ആരാ ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നത്? ആ പൈപ്പ് ലൈൻ അനുമതി കൊടുത്ത ഞങ്ങളാണ്. അത് റെസ്റ്റോർ ചെയ്ത് പഴയ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഞങ്ങൾ ചെയ്യുമ്പോൾ മോശമാണെന്നും അവരതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് അവരുടെ നേട്ടമാണെന്നും ചിത്രീകരിക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് CPM നടത്തുന്നത്. അതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കകത്തെ ജനങ്ങൾക്കുണ്ട്. അവരിതൊക്കെ നിരീക്ഷിക്കും. കൃത്യമായിട്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഞങ്ങളുടെ ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റിയ അതിൻ്റെ ഗുണഭോക്താക്കളായ ആളുകളാണ് വോട്ടർമാർ. 400 രൂപ പെൻഷൻ കൂട്ടിയതുകൊണ്ട് എല്ലാവരും വോട്ട് വന്ന് ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റാണ്. ആ ആനുകൂല്യം കിട്ടിയ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾ, അത് റോഡ് സൗകര്യമായാലും കുടിവെള്ള സൗകര്യമായാലും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് CPM ഭരിച്ച പഞ്ചായത്തുകളിൽ ഒന്നും ഉണ്ടായിട്ടില്ല, റോഡ് ഉണ്ടായിട്ടില്ല, ഒരു വികസന പ്രവർത്തനം. അതൊക്കെ ഞങ്ങൾ റോഡുകൾ മിക്കവാറും ഭൂരിഭാഗം റോഡുകൾ ഞങ്ങൾ ടാർ ചെയ്ത് മനോഹരമാക്കി. 1000-ലധികം റോഡുകൾ ഞങ്ങൾ ടാർ ചെയ്തിട്ടുണ്ട്. എണ്ണി പറയാം, 1000-ലധികം. സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി മാത്രം 7.5 കോടി ചെലവഴിച്ച് മുഴുവൻ സ്ഥലങ്ങളിൽ ലൈന് വലിച്ചിട്ടുണ്ട്. കുറച്ച് മാത്രം ലൈറ്റ് മാത്രമേ സ്ഥാപിക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാത്രമല്ല, ജനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ വീടുകൾ പുതുക്കിപ്പണിയാൻ 2000-ഓളം ആളുകൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിസ്സാരമായിട്ടല്ല, 2000-ഓളം ആളുകൾക്ക്. ഇതൊക്കെ വോട്ടായ്മ.
ഇതൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? നമ്മുടെ മുമ്പിൽ താരതമ്യങ്ങളുണ്ട്. കാരണം കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് 10 വർഷമാകുമ്പോൾ ആ 10 വർഷത്തിൽ ആദ്യത്തെ 4 വർഷം CPM ആണ് ഭരിച്ചത്. ആ ഭരണത്തിന് ജനങ്ങൾ നിരാശരായിരുന്നു. എന്തിനും CPM പ്രവർത്തകന്മാർ പോലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന നിലയിലേക്ക് വരെ എത്തി. അവസാനം മാറിയപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്നത് 100 ദിന കർമ്മ പദ്ധതികളാണ്. അതിൽ 83 നടപ്പാക്കി. 83 ഞങ്ങളെല്ലാം സമയബന്ധമായി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ആ 3 വർഷവും അതിനുശേഷമുള്ള 2 വർഷവും നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾ നിരീക്ഷിക്കുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ, പാർക്ക് ചേലോറ മാലിന്യ നിക്ഷേപ കേന്ദ്രം, ആ ചേലോറ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ മനോഹരമായ ഒരു പാർക്കുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ. കണ്ണൂരിലൊരു ഫ്രീഡം പാർക്കുണ്ട്. അതുപോലെ SN പാർക്കിൽ മനോഹരമായ പാർക്ക്. പയ്യാമ്പലത്ത് ടേക്ക് എ ബ്രേക്കിൻ്റെ പ്രവൃത്തി താമസിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താമസിച്ചത്? അത് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അനുമതി കിട്ടാത്തതുകൊണ്ടാണ്. അനുമതി ഇപ്പം കിട്ടി, നിർമ്മാണം നടക്കുന്നു. ഇത്തരം ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളുമായി സംവദിക്കുമ്പോൾ, അവരെ സമീപിക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ കണ്ണൂർ കോർപ്പറേഷനിൽ UDF എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്? തർക്കം വേണ്ട, 40ഓളം സീറ്റ്. നിലവിൽ 35 സീറ്റാണ് UDFന്. ആ 35 സീറ്റിന് മുകളിലേക്ക് പോകും. അതിൻ്റെ അകത്ത് ആര് എന്തൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട്. 40ഓളം സീറ്റ് UDFന് ഇത്തവണ ലഭിക്കും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മുകളിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം, 1 ലക്ഷം വോട്ട് ലീഡോ എന്നൊക്കെ പറഞ്ഞ് ട്രോളിയിരുന്നോ? കണ്ണൂർ വിഷനോട് തന്നെയാണ് 1 ലക്ഷം വോട്ടിന് സുധാകരൻ ജയിക്കുമെന്ന് TO മോഹനൻ അന്ന് പറഞ്ഞിരുന്നത്. ഈ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴും അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴും, നേരിട്ട് ആശയവിനിമയം നടത്തുമ്പോഴും ഈ പൊളിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനമാണ്. നമുക്കത് ഫീൽ ചെയ്യും. അത് നമുക്ക് എതിരാണോ അനുകൂലമാണോ? അത് ജനങ്ങളുമായിട്ട് നല്ല അടുത്തിടപഴകുമ്പോൾ തോന്നുന്നതാണ്. ആ സമയത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അനുഭവം, കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 24,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം വന്നതാണ് ഞാൻ കണക്കൂട്ടത്. അത് 26,000 വോട്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും ആ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് 1 ലക്ഷം വോട്ടിനധികം ജയിക്കും എന്നത്. ഞാൻ ആധികാരികമായി തന്നെ പറഞ്ഞതാണ്. അത് 1,08,000 മുകളിലേക്ക് വന്നു. ആ നിലയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, 35 സീറ്റാണ് നിലവിലുള്ളത്. ആ 35 സീറ്റ് മറികടക്കും. അത് 40-ലധികം കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. CPMൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ വിശകലനം ചെയ്യും. ഈ ദുരിതം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ പ്രതീക്ഷയോടാണ് ഞങ്ങൾ പോകുന്നത്. പല സ്ഥലങ്ങളിലും റിബൽ സ്ഥാനാർത്ഥികളുണ്ട്. നമ്മൾ PK രാഗേഷിനെ ഒരു റിബൽ എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ കഴിയില്ല. നിങ്ങൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്. പക്ഷേ 12 ഡിവിഷനുകളിൽ PK രാഗേഷിൻ്റെ ആളുകൾ മത്സരിക്കുന്നുണ്ട്. 3ഇടത്ത് റിബൽ, ഒരിടത്ത് കോൺഗ്രസും 2ഇടത്ത് ലീഗും, അതും UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇവിടെയൊക്കെ ഈ 3 സീറ്റ് എടുക്കാം. ഈ 2 റിബലും ഒരു കോൺഗ്രസിൻ്റെ റിബലും, അതായത് പയ്യാമ്പലം, ആദികടലായി, വാരം, ഈ 3 ഡിവിഷനുകളുടെ ഒരു സ്ഥിതി എന്താണ്? ഈ റിബൽ ശല്യം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? റിബൽ ശല്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞതിന് മുന്നത്തെ തവണ വെത്തിലപ്പള്ളി ഡിവിഷൻ മത്സരിച്ചാണ്. അന്ന് അവിടെ റിബലുണ്ടായിരുന്നു. 495 വോട്ടോളം വാങ്ങി. പക്ഷേ ആ 495 വോട്ട് വാങ്ങിയപ്പോഴും ഞാൻ 370 വോട്ടിന് ജയിച്ചു. അവിടെ ഏകദേശം UDFൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് 400 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് എന്നാണ് ഞങ്ങളെ കണക്കൂട്ടത്. ആ കണക്കിനെ മറികടന്നുകൊണ്ട് അവിടെ 495 വോട്ട് അവർ വാങ്ങിയപ്പോൾ അതിനെ മറികടന്ന് 370 വോട്ടിന് ജയിച്ചു. ഞാൻ ഇപ്പോഴും ആത്മവിശ്വാസത്തോടെ പറയുന്നു, വാരമായാലും പയ്യാമ്പലമായാലും ആദികടലായാലും ഞങ്ങൾ വിജയിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾ വേറൊരു പേര് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എണ്ണിക്കാണിക്കാം. പക്ഷേ ആ സ്ഥാനാർത്ഥികൾക്ക് കടലാസിൻ്റെ വില പോലും നമ്മുടെ നാട്ടിലെ ആളുകൾ കൊടുക്കില്ല. എല്ലാവർക്കും രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനത്തോട് താല്പര്യമുണ്ട്. കഞ്ഞിക്കയിൽ PK രാഗേഷ് പൊട്ടും. തർക്കം എന്താണ് നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നിട്ട്, രാഷ്ട്രീയത്തിൽ ചില മൂല്യങ്ങളില്ലേ? ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കില്ലേ? ആ മൂല്യങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ ജനം പരാജയപ്പെടുത്തില്ലേ? ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അന്ന് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. ആദ്യത്തെ തവണ അദ്ദേഹം ജയിച്ചു, 20 വോട്ടിനാണ് ജയിച്ചത്. ജയിച്ചതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടെന്താ? അദ്ദേഹം പലതവണ, ഞാൻ മനസ്സിലാക്കി, CPMൻ്റെ ചില ആളുകളെ സംസാരിച്ചപ്പോൾ 4 തവണയോളം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി അവിടെ പാടുകിടന്നു. അവർ പറഞ്ഞു, ഇല്ല, നിങ്ങളുമായിട്ട് ഒരു ചർച്ചക്കും ഞങ്ങളില്ല എന്ന് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവർക്ക്
രാഷ്ട്രീയത്തിൽ സത്യസന്ധത വേണം, ആത്മാർത്ഥത വേണം, സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റ് വേണം. അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്താ? നമുക്ക് പറയാം, കോർപ്പറേഷനകത്ത് അഴിമതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്ന കാര്യമുണ്ട്. അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ അഴിമതി നടന്നത് ആദ്യ ഭരണസമിതിയിൽ ഡെപ്യൂട്ടി മേയറായി പി കെ രാഗേഷ് ഇരുന്നപ്പോഴാണ് കോർപ്പറേഷനിൽ അഴിമതി നടന്നത്. ആ അഴിമതിയുടെ പങ്ക് പറ്റിയത് അന്നത്തെ മേയറാണ്. അതിന് നേതൃത്വം കൊടുത്തത് CPM ആണ്. അന്വേഷിച്ചപ്പോൾ വിജിലൻസ് കണ്ടെത്തി അദ്ദേഹം അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. ആ സ്വത്തിനെ സംബന്ധിച്ച് വിജിലൻസ് കേസെടുത്തു. അപ്പോൾ നമുക്കറിയാം അവരെന്താണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹമായി വ്യക്തിപരമായ ചില സമൂഹത്തിൽ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ടു. സമൂഹം അതൊക്കെ നിരീക്ഷിക്കില്ലേ? എല്ലാവരും ഇതൊന്നും പൊട്ടന്മാരായിട്ടാണ്. അവരൊക്കെ അത് നിരീക്ഷിക്കും. രാഷ്ട്രീയത്തിൽ എല്ലാവരെയും പരസ്പരം ബഹുമാനിക്കണം. എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബഹുമാനം വേണ്ടേ? അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയേണ്ട വേദിയിൽ പറയേണ്ടതുപോലെ പറയുക എന്ന രാഷ്ട്രീയമാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ അതിനല്ലാതെ വേറിട്ട് സഞ്ചരിക്കുന്ന ആളിനെ അത് ജനം കൈകാര്യം ചെയ്യും. അവരുടെ കയ്യിൽ കിട്ടുന്ന അവസരം അത് ഉപയോഗിക്കും. അത് അവരുടെ കയ്യിൽ മുമ്പിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരം ഈ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവിടെ ജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉമേഷ് കണിയാങ്കണ്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. പി കെ രാഗേഷ് അവിടെ ചിത്രത്തിലുണ്ടാകും. കെ രാഗേഷിൻ്റെ രാഷ്ട്രീയം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. അതൊന്നും പറയാൻ ആൾ ഞാനല്ല. അതൊരാളിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണ്? ഞാനൊരു ജ്യോത്സ്യനൊന്നുമല്ല. ആ നിലയിൽ പറയുന്നില്ല. രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ഓരോ ആളിൻ്റെയും ഓരോ അവസരത്തിലും. പക്ഷേ ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബോധ്യമാകുന്നൊരു കാര്യം, അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. ജനങ്ങളത് കൈകാര്യം ചെയ്യും. ഇനി കോർപ്പറേഷനിൽ ഏതായാലും UDFന് പി കെ രാഗേഷിൻ്റെ ഒരു ശല്യം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ആ നിലയിലല്ല കാണുന്നത്. അദ്ദേഹം പരാജയപ്പെടുമെന്നാണ്. നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ കണ്ടതായിരിക്കാം ആ ശല്യം എന്ന വാക്ക്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, കോർപ്പറേഷൻ്റെ ഭരണത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഇടപെടലുകൾ അത് പൊതുസമൂഹം ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളായിരുന്നു എന്നതുകൊണ്ടാവാം നിങ്ങൾ ആ ശല്യം എന്ന വാക്ക് ഉപയോഗിച്ചത്. ഞാൻ ഏതായാലും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഈ 40-ലധികം സീറ്റ് നേടി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? കൃത്യമായ കണക്കോടുകൂടി, അടുക്കും ചിട്ടയോടുകൂടി ഓരോന്നിനും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മിനിയാന്നാണ് CPM ഒരു പ്രദർശനം നടത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചത്. ഞങ്ങൾ ഉരുളക്കുപ്പേരി പോലെ തൊട്ടടുത്ത ദിവസം ഞങ്ങളിത് ചെയ്യുന്നത് ഇതൊരു 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. 1.5 വർഷമായിട്ട് ഞങ്ങളിത് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ കണ്ണൂരിൻ്റെ വികസനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾക്ക് അത് എന്തായിരിക്കണം എന്നെ സംബന്ധിച്ച് വലിയ ധാരണയുണ്ട്. കാരണം നമ്മൾ ആലോചിച്ചാൽ മതി, കണ്ണൂരിലെ മുനിസിപ്പാലിറ്റിയുള്ള കാലം മുതൽ അവരൊക്കെ നന്നായിട്ട് ഭരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡ്, മറ്റു പല സ്ഥലത്തും ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് കണ്ണൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട് ഞങ്ങൾ. അന്നത് നല്ല ബസ് സ്റ്റാൻഡാണ്. ജവഹർ സ്റ്റേഡിയം അത് ഫ്ലഡ് സ്റ്റേഡിയമാണ്. ആ സമയത്ത് 1978 ലോട്ടറി ഉൾപ്പെടെ നടത്തിയിട്ടാണ് ആ സ്റ്റേഡിയം നിർമ്മിച്ചത്. കണ്ണൂരിലെ BOT ബസ് സ്റ്റാൻഡ് ഇന്നും അത് നിർമ്മിച്ചിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് 17 വർഷമായി. ഈ 17 വർഷമായിട്ടും അതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് CPM ഭരിക്കുന്ന ഒരു സ്ഥലത്തും ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ തരത്തിൽ അഭ്യാസവുമായിട്ട് വരുമ്പോൾ അതൊക്കെ തിരിച്ചറിയും ജനം. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് TO മോഹനൻ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നമ്മളോട് സംവദിച്ചത്. എന്തായാലും വലിയ വിജയം UDFന് നേടാൻ കഴിയും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് അഡ്വക്കേറ്റ് TO മോഹനൻ. ഏതായാലും UDF ഈ കണ്ണൂർ കോർപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കും എന്നതിൻ്റെ നേർചിത്രം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.